പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ സ്വകാര്യ വ്യക്തിയുടെ ഫാമിൽ പന്നിക്കുട്ടികളെയും വാത്ത ഇനത്തിൽപ്പെട്ട പക്ഷികളെയും ചത്ത നിലയിൽ കാണപ്പെട്ടത് ആളുകളിൽ പരിഭ്രാന്തി പരത്തി. പുലിയുടെ ആക്രമണമാണെന്ന് സമൂഹമാധ്യമങ്ങളിൽ വാർത്ത വരുന്നതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി. സംഭവം അറിഞ്ഞ് പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. തിങ്കളാഴ്ച രാവിലെ 6:30യോടെയാണ് ആക്രമണം ഉണ്ടായത്. പുലിയോട് സാദൃശ്യമുള്ള ജീവി ഓടിപ്പോകുന്നത് കണ്ടെന്നാണ് ഫാമിന്റെ ഉടമസ്ഥർ പറഞ്ഞത്. ഫാമിലെ ഒരു പന്നിക്കുട്ടിയെ ആക്രമിക്കുകയും 13 വാത്ത ഇനത്തിൽപ്പെട്ട പക്ഷികളെ കൊന്നിട്ടുമുണ്ട്. ഇത് ജനങ്ങളിൽ ആശങ്ക പരത്തിയതോടെ പഞ്ചായത്ത് അധികൃതരും വനംവകുപ്പ് അധികൃതരും മൃഗഡോക്ടറും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളാണ് കണ്ടെത്തിയത്. എന്നാൽ ഇത് പുലിയുടെ കാൽപ്പാടുകളല്ലെന്നും കാട്ടുപൂച്ച ഇനത്തിൽപ്പെട്ട ജീവിയുടേതാണെന്നുമാണ് അധികൃതരുടെ വിലയിരുത്തൽ. പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ 8ാം വാർഡിലാണ് ഇപ്പം ഇങ്ങനെ പുലി ഇറങ്ങിയെന്ന് രാവിലെ നമുക്കൊരു ആദ്യം ഫോൺ വന്നത്. മെമ്പറൊക്കെയാണ് വിളിച്ച് പറഞ്ഞത്. നമ്മൾ അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഫാമിലാണ് ഈ ഒരു പന്നി ഇറങ്ങിയതിന്റെ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളത്. അവിടെ നമ്മൾ രാവിലെ പോയിട്ട് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. പന്നികളും അതേപോലെ തന്നെ മറ്റേ താറാവ് പോലുള്ള അരയന്നത്തിന്റെ ഒരു വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പക്ഷികളൊക്കെയാണ് അവിടെ ആ ഫാമിൽ നിലവിലുള്ളത്. അതിലൊരു 8-10ഓളം പക്ഷികളെ ആണ് അവിടെ കൊന്നിട്ടുള്ളത്. അതേപോലെ തന്നെ പന്നികളെ ചെറിയ രീതിയിൽ ചെറിയ കുട്ടികളായിട്ടുള്ള പന്നികളെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് പിന്നെ അവിടെ ഈ ഒരു പുലിയുടെ പോലുള്ള കാൽപ്പാടുകൾ അവിടെ കാണാൻ സാധിച്ചു. അപ്പൊ അത് ആളുകൾ എല്ലാവരും ഭയങ്കരമായ ഒരു ഭീതിയിലാണ്. നിലവില് ഒരാഴ്ച മുന്നേ അമ്പലപ്പാറ കടമ്പൂർ ആ ഭാഗത്തുനിന്ന് ഈ ഒരു പുലിയെ കണ്ടതായിട്ടുള്ള ഒരു ന്യൂസ് ഒരാഴ്ചയായിട്ട് ഇവിടെ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പുലിയാണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ആളുകളെല്ലാം ഇരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് സമീപ പഞ്ചായത്തായ അമ്പലപ്പാറ കടമ്പൂരിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം ഉയർന്നിരുന്നു. ജനങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വനം വകുപ്പ്. ആശങ്ക വേണ്ടെന്നും പഞ്ചായത്ത് ഭരണസമിതി കൂടെയുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ, സെക്രട്ടറി പി അനിൽ എന്നിവർ പറഞ്ഞു. ഇതിനെ കുറിച്ച് ഒരു സീരിയസ് ആയിട്ട് എടുക്കാൻ കാരണം ഏകദേശം ഒരാഴ്ച മുൻപ് മറ്റൊരു ഭാഗത്ത് അമ്പലപ്പാറ പഞ്ചായത്തിനോട് ചേർന്ന ഭാഗത്ത് ഒരു പ്ലൈവുഡ് നിർമ്മാണ കമ്പനിയുടെ ഭാഗത്ത് തൊഴിലാളികൾ താമസിക്കുന്നിടത്ത് രാത്രി പുലി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശ്രുതി ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു. അത് വാട്സപ്പിലും മറ്റൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ നിജസ്ഥിതി അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോഴാണ് കൂടുതൽ തെളിവോടുകൂടി ഇന്ന് രാവിലെ ഇങ്ങനത്തെ സംഭവിച്ചത്. ഒരു വ്യക്തി വളർത്തുന്ന കുറച്ച് ഏതാനും പന്നിക്കുട്ടികളുണ്ട്. അതിലൊരെണ്ണത്തിനെ കടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ചെണ്ണത്തിന് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ അരയന്നം വാത്ത ഇനത്തിൽപ്പെട്ട കുറച്ച് പക്ഷികൾ 8 പക്ഷികളോളം കൊന്നൊടുക്കിയിട്ടുണ്ട്. ചിലതിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പരിസരവാസി ഇത് രാവിലെ ഏകദേശം 6:30ഓടുകൂടിയാണ് ഇങ്ങനെ ശബ്ദം കേട്ടിട്ട് വരുന്ന സമയത്ത് പരിസരവാസി പുലിയെപ്പോലുള്ളൊരു ജീവി എടുത്തു ചാടി ഓടുന്നത് കണ്ടു എന്നാണ് പറഞ്ഞത്. അതിന്റെ ശരീരവും അതിലെ ഡിസൈനും ഒക്കെ ശരിക്കും പുലിനോട് സാമ്യമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ നനഞ്ഞ പ്രദേശത്ത് ഈ ഒരു ജീവി ചവിട്ടിന്റെ കാൽപ്പാടുണ്ട്. അത് കണ്ടാലും പുലിയുടെ ഇനത്തിൽപ്പെട്ടതാണെന്നുള്ളതാണ് ഇവര് പറഞ്ഞത്.